ശബരിമല അയ്യൻ ഇറങ്ങിപ്പണിതതാണോ എന്നാണ് ഇടതുപക്ഷവും CPM-ഉം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു കാരണവശാലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ശബരിമലയിലെ ഒരു ടേൺ. പ്രത്യേകിച്ച് കേരള ഹൈക്കോടതി ഇതിനകത്ത് വളരെ സീരിയസ് ആയി ഇടപെട്ടിരിക്കുകയാണ്. സർക്കാർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഹൈക്കോടതി മാറി നിന്നില്ല. ജസ്റ്റിസ് KT ശങ്കരനെ അമിക്കസ് ക്യൂറിയായിട്ട് വച്ചു. മാത്രമല്ല നിശ്ചിത ദിവസത്തിനകം എല്ലാം കോടതി അറിയണം എന്ന് പറഞ്ഞു. ഇതൊരു വലിയ പണിയാണ്, ഒരു ശനിക്കാലം തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി ഗവൺമെൻറ് നിന്നാൽ ഗവൺമെൻറ്റിന് കേരളത്തിലെയും ലോകത്തിലെയും നവോത്ഥാന നായകൻ്റെ റോൾ ഗുരുദേവനും ചട്ടമ്പിസ്വാമികൾക്കും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും കേരളത്തിൽ അയ്യങ്കാളിക്കും അയ്യാഗുരുവിനുമൊക്കെ ശേഷം വൈകുണ്ഠസ്വാമികൾക്കൊക്കെ ശേഷം കേരളത്തിലെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുണ്ടായിരുന്ന ഒരു അമ്പലത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിത്യ ബ്രഹ്മചാരിയായിരിക്കുന്ന ഒരു അയ്യപ്പൻ മണികണ്ഠൻ്റെ സ്ഥലത്ത് ശാസ്താവിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ കൃത്യമായി സ്ത്രീകളെ കൂടെ കയറ്റിയാൽ ലോകത്തിനത് വലിയ സന്ദേശം നൽകി പിണറായി വിജയൻ്റെ ചരിത്രത്തിലെ പൊൻതൂവലാകും ജീവിതത്തിലെ എന്ന് വിചാരിച്ചു ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM-ഉം പിണറായി വിജയൻ്റെ PR വർക്കുകാരും.